Hello guys, it's me Catchy Camera. Welcome back to another video. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പരിചയപ്പെടുത്താൻ പോകുന്നത് SSLC Plus 2 റിസൾട്ട് അറിയാൻ പറ്റുന്ന ഒരു ആപ്പും 2 വെബ്സൈറ്റുകളാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ആപ്പിലൂടെ എങ്ങനെ നമ്മുടെ റിസൾട്ട് അറിയാമെന്നാണ്. അപ്പോൾ അതിൽ നേരെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് സഫലം എന്ന് സെർച്ച് ചെയ്യുക. സഫലം എന്നാണ് നമ്മുടെ ആപ്പിൻ്റെ പേര്. എന്നിട്ട് സഫലം 2020 അത് ചെറുതായിട്ടൊന്ന് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. 3.3 MB മാത്രം. ഇനി നമുക്കതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണുന്നത്. ഇവിടെ SSLC, HSE, VHSE ഈ മൂന്നെണ്ണത്തിൻ്റെ റിസൾട്ടാണ് നമുക്ക് കാണാം. ഇപ്പോൾ ഇവിടെ SSLCയുടെ റിസൾട്ടാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. SSLCയിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിവിടെ സബ്മിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിന് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ റിസൾട്ട് ഇവിടെ വ്യൂ ആയി വരും. നമ്മുടെ റിസൾട്ട് ഇവിടെ പബ്ലിഷ് ആയിട്ടില്ല, അതുകൊണ്ടാണ് ഇവിടെ റിസൾട്ട് നോട്ട് പബ്ലിഷ് എന്ന് എഴുതി കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു ആപ്പ് പരിചയപ്പെട്ടു. ഇനി ഞാൻ നിങ്ങൾക്ക് 2 സൈറ്റുകളാണ് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. എന്നിട്ട് നമ്മുടെ ബ്രൗസറിലേക്ക് പോവുക. അവിടെ കേരള റിസൾട്ട് .nic.in സെർച്ച് ചെയ്യുക. ഇത് കേരള എക്സാമിനേഷൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്. ഇത് ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണെന്ന് ഉറപ്പ് വരുത്താനായിട്ട് ഇവിടെ കേരള റിസൾട്ട് .nic.in ബ്ലൂ കളറിൽ മുകളിലേത് കാണിക്കണമെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. അതിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ കുറേ ഇത് കാണിച്ചിട്ടുണ്ടാവും. അതിൻ്റെ ഏറ്റവും അടിയിലേക്ക് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഇവിടെ SSLC എക്സാം റിസൾട്ട് എന്ന് ഇവിടെ ഇത് കാണിച്ചിട്ടുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിപ്പോൾ 2019 ആണ്. 2020 നാളെയാണ് അപ്ഡേറ്റ് ആവുക. എന്നിട്ട് ഇവിടെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഗെറ്റ് റിസൾട്ട് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് ഇവിടെ വ്യൂ ആയിട്ട് വരും. ഈ രണ്ടാമത്തെ സൈറ്റ് ഏതാണെന്ന് വെച്ചാൽ കേരള പരീക്ഷാ ഭവൻ എന്നാണ്. അതിവിടെ ടോപ്പിൽ സെർച്ച് ചെയ്ത് കൊടുക്കുക. ഇതും അവരുടെ ഒരു ഒഫീഷ്യൽ സൈറ്റാണ്. ഇത് അവരുടെ ഒഫീഷ്യൽ സൈറ്റാണോ എന്ന് ചെക്ക് ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ കേരള പരീക്ഷാ ഭവൻ .in ഇവിടെ ടോപ്പിൽ വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. എന്നിട്ടത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നമ്മുടെ ലേറ്റസ്റ്റ് ന്യൂസ്, അതായത് ഇപ്പോൾ SSLC പരീക്ഷയുടെ ലേറ്റസ്റ്റ് ന്യൂസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. എന്നിട്ട് ഇവിടെ മെയിൻ മെനുവിൻ്റെ അടിയിൽ റിസൾട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ SSLC ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിത് ഇതുപോലത്തെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഇതിവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രജിസ്റ്റർ നമ്പറും നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ വ്യൂ റിസൾട്ടിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ റിസൾട്ട് ഇവിടെ വ്യൂ ആയിട്ട് വരും. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് +2ൻ്റെയും VHSEൻ്റെയും റിസൾട്ട് നോക്കാം. ഈ വീഡിയോ നിങ്ങളുടെ എല്ലാ SSLC +2 പരീക്ഷ എഴുതി കഴിഞ്ഞിരിക്കുന്ന കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. കാരണം അവർക്ക് ഇൻ്റർനെറ്റ് കഫേയിലൊന്നും പോയി അധികം സമയം കളയണ്ട. നേരിട്ട് നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോൺ യൂസ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ വല്ല സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക. ഈ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ പറയേണ്ട കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇതുപോലെ നല്ല നല്ല ഉപകാരപ്രദമായ വീഡിയോകൾ ഇടുമ്പോൾ നിങ്ങളുടെ ഫോണിൽ അത് നോട്ടിഫിക്കേഷനായിട്ട് വരാനാണ്. അപ്പോൾ ഇറ്റ്സ് മീ